നമസ്കാരം. പ്രായമായ മാതാപിതാക്കളെ മക്കൾക്കൊരു ഭാരമാകുമ്പോൾ അവരെ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുക ഇന്നത്തെ തലമുറയുടെ ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുത്തശ്ശിയുടെ നമ്പരങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പിരാന്ത്, ആർക്കാണ് പിരാന്ത്? എൻ്റെ കെട്ടിയോൾക്കാണ് പിരാന്ത്. ആമിനത്താത്താക്കെ തനക്ക് നല്ല വെളിവ, ഗുളിക കഴിക്കാനൊന്നും നമ്മളെ കിട്ടൂല മോനെ. ആമിനത്താത്താന്നല്ലാതെ ഒരാളും നമ്മളെ മുഖം നോക്കി വിളിച്ചിട്ടില്ലാന്നേ. വിളിച്ച് ഓള് ജാമോൻ്റെ കെട്ടിയോള് ഇംഗ്ലീഷിൽ നമ്മളെ വിളിച്ച് പിച്ചീന്. ആദ്യം നമുക്ക് അർത്ഥമൊന്നും പൊടി കിട്ടിയില്ല. പക്ഷേ മോറ് കണ്ടപ്പോൾ പൊടി കിട്ടി. എന്തോ തോന്നിയ സാറിന് പാർത്തിട്ട് ഒന്നാണ്ട് കൊടുത്ത്. അതിനാണേ നമ്മളിപ്പോൾ പിരാന്തന്മാരൊക്കെ കൊണ്ടേ നാട്ടിക്കണേ. അല്ല നാരായണിയമ്മേ, ഈ പിച്ചിനെ വന്നപ്പോൾ എന്താ അറിയില്ല. ഇംഗ്ലീഷ് തന്നെ ഇത്തിരി കഷ്ടിയ, മലയാളം തന്നെ പോരാ. മകൻ അമേരിക്കയിൽ നിന്ന് കത്തയക്കുമ്പോൾ കണ്ണ് കാണുന്നില്ല, കണ്ണട വെച്ചിട്ടില്ല എന്നൊക്കെ പറയും. പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയ വായിപ്പിക്കാറ്. ഡോക്ടർ ഒന്നൊരു ഭാവവുമില്ല. പാവമാണ് ആ കുട്ടി അച്ഛൻ. എൻ്റെ ജനിക്കാത്ത മോനെ പോലെ തോന്നും. അല്ല ആമിന, നിനക്കെങ്ങനെ? ആമിന താത്താന്ന് വിളിച്ച് മൂപ്പിളമ നോക്കണ്ടേ? നിങ്ങൾ ഗുളിക കഴിക്കുന്നോ അതോ ഞാൻ ഡോക്ടറോട് പോയി പറയണോ? ഡോക്ടർ എന്നെ മുക്കിക്കേറ്റോ കള്ളഹിമാറ്. സത്യം പറയാലോ, ആ ഗുളിക കഴിച്ചാൽ തല അങ്ങോട്ട് പൊങ്ങൂലാന്ന്. ഇനി അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. ഇന്ന് എൻ്റെ മോനും കുട്ടികളൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടുത്തെ സ്വത്തും വീടും ഒക്കെ അവൻ വിറ്റു. അല്ലെങ്കിൽ എന്തിനാ അത്ര സ്വത്തും പണമൊക്കെ? എൻ്റെ മോനില്ലേ. അല്ല, അതാരൊക്കെ വരുന്നേ? മോളൂട്ടി വരൂ, മോളൂട്ടി വരൂ. എത്ര നാളായി മുത്തശ്ശി കാത്തിരിക്കുന്നേ. എന്നെ വീട്, എന്നെ വീട്. തലക്ക് സുഖമില്ലാത്ത മുത്തശ്ശിയെ എങ്ങനെ അമേരിക്കയിൽ കൊണ്ടുപോവാനാ? എന്നെ വീട്. മമ്മി ഡാഡിയോട് പറഞ്ഞേ കേട്ടതാ. തലക്ക് സുഖമില്ലാത്ത മുത്തശ്ശിയെ എങ്ങനെ അമേരിക്കയിൽ കൊണ്ടുപോവാനാ? എന്നെ വീട്. എന്താടാ പെഞ്ചു കുഞ്ഞിന്റെ മനസ്സിൽ ഇത്രയ്ക്ക് വിഷം കുത്തി വെച്ചിരിക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ എന്നെ അമേരിക്കയിൽ കൊണ്ടുപോയാലും വേണ്ടില്ല, വല്ല ഗുരുവായൂരോ വല്ല ക്ഷേത്ര നടയിലും കൊണ്ടാക്കിയ ഭിക്ഷ തണ്ടിയൊന്നും ജീവിച്ചോളാ. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. അതാ അച്ഛ വരുന്നു. ചോദിക്കടാ, ചോദിക്കേ. മിസ്റ്റർ വാസുദേവൻ, അമ്മയ്ക്ക് ഇപ്പോഴൊന്നല്ല ഒരിക്കലും മാനസിക രോഗമുള്ളതായി ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. 10 മാസം ചുമന്ന് പറ്റി എൻ്റെ മോനെ കൂടെ പോവണ്ട അച്ചോ, പോവണ്ട. എത്ര തവണ അച്ചോന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു തവണ, ഒരേ ഒരു തവണ എൻ്റെ മോനേന്ന് വിളിച്ചോട്ടെ. ആമിനത്താത്ത, ആമിനത്താത്ത, എനിക്കിനി നിങ്ങളൊക്കെ ആമിനത്താത്ത, എനിക്കിനി നിങ്ങളൊക്കെ. മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവങ്ങളാണ്. അവരെ അവഗണിക്കരുത്. അവരുടെ അനുഗ്രഹമാണ് നമ്മളുടെ സമ്പത്ത്. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഷെസ, അമൻ, ഇൻഷ എന്നിവരുടെ രക്ഷിതാക്കൾ ബാക്ക് സ്റ്റേജിൽ എത്തിച്ചേരുക.
ഈ ദൃശ്യകലാ വിരുന്നിലെ മറ്റത്തൂർ നോർത്തിന്റെ സിഗ്നേച്ചർ ഐറ്റവുമായി എത്തുന്നു